إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവാചകത്വ ജീവിതം സംഭവ ബഹുലമാണ്. വഹ്യിൻ്റെ ആരംഭവും നുബുവത്തും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും പ്രവാചക ജീവിതത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ മുഅ്ജിസത്തുകളും പ്രവാചകന്റെ പ്രത്യേകതയായ പാപസുരക്ഷിതത്വം അഥവാ ഇസ്മത്ത് അടക്കമുള്ള വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ പ്രവാചക ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അസാധാരണമായ അമാനുഷികമായ ഒരു മഹാ അത്ഭുതമായിരുന്നു ഇസ്റാഉം മിഅ്റാജും. ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോവുകയും അവിടുന്ന് പിന്നീട് 7 ആകാശങ്ങൾക്കപ്പുറം സിദ്റത്തുൽ മുൻതഹ വരെ നീണ്ടു നിൽക്കുന്ന അത്ഭുതങ്ങളും അസാധാരണ സംഭവങ്ങളും നിറഞ്ഞു നിന്ന പ്രവാചക ജീവിതത്തിലെ മഹത്തായ ആ ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു മുഅ്ജിസത്തും മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിനുള്ള ഒരു നാഴികക്കല്ലുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു യാത്രയിൽ ആ യാത്രക്ക് 2 ഘട്ടങ്ങളാണ്. ഒന്ന് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിലുള്ള യാത്ര. അന്നത്തെ യാത്രാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ 1 മാസമെങ്കിലും യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന അത്ര വഴിദൂരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ യാത്ര നടത്തിയത്. ആ രാപ്രയാണത്തിന്, രാത്രിയിലെ യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടുന്ന് 7 ആകാശങ്ങൾക്കപ്പുറം സിദ്റത്തുൽ മുൻതഹ വരെയുള്ള ആകാശത്തേക്കുള്ള വാനയാത്ര, ആ യാത്രയെ സംബന്ധിച്ചാണ് മിഅ്റാജ് എന്ന് പ്രതിപാദിക്കുന്നത്. ഈ സംഭവങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വിശദമായ പരാമർശങ്ങൾ കാണാം. എത്രത്തോളമെന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം 17-ാം അധ്യായത്തിന്
സൂറത്തുൽ ഇസ്രാ എന്ന ഈ രാത്രി യാത്രയെ സൂചിപ്പിക്കുന്ന ആ പേരാണ്, ആ നാമധേയത്തിലാണ് ആ അധ്യായം അറിയപ്പെടുന്നത്. ആ അധ്യായത്തിലെ ആദ്യ ഭാഗം സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന ആ ആയത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് സുബ്ഹാനല്ലദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹ സമ്പൂർണനാണ്. എന്താണ് കാരണം? തൻ്റെ അടിമയെ രാത്രിയിൽ മക്കയിൽ നിന്ന് ചുറ്റുവട്ടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു രാത്രിയിൽ ഒരു രാപ്രയാണം നടത്തിയിട്ടുണ്ട് എന്നാണ്. എന്തിനാണ് ഈ യാത്ര നടത്തിയത്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചിലത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പ്രവാചക ജീവിതത്തിലെ ഇസ്രാഇന്റെയും അതോടനുബന്ധിച്ചുള്ള മിഅ്റാജിന്റെയും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായി അല്ലാഹു തആല ആ ഒരു തത്വം പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ആ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. ആയത്ത് തുടങ്ങുന്നത് സുബ്ഹാന എന്ന പദം കൊണ്ടാണ്. സുബ്ഹാന, സബ്ബിഹിസ്മ, യുസബ്ബിഹു പോലെയുള്ള തസ്ബീഹിന്റെ ആശയമുള്ള പദങ്ങൾ കൊണ്ടാണ് ഒരു ആയത്ത് തുടങ്ങുന്നത് എങ്കിൽ അതിനുശേഷം അല്ലാഹു തആല പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നത് ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു അടിസ്ഥാന ശൈലിയായി ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഈ നിശായാത്ര, ഈ ഇസ്രാ യാത്ര, ആ യാത്രയെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് സുബ്ഹാന എന്ന പദം കൊണ്ടാകുമ്പോൾ സാധാരണ ഒരു യാത്ര പോലെ ഒരു യാത്രയല്ല. ആ കാലം മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു അത്ഭുതകരമായ ഒരു യാത്രയായി ആ യാത്രയെ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തും ഈ വിഷയത്തിൽ വന്ന ഹദീസുകളും വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്, ഏതെങ്കിലും ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇസ്രാ എന്നത് സ്വപ്നത്തിൽ സംഭവിച്ച കേവലമായ ഒരു ദർശനമല്ല, ഏതെങ്കിലും രൂപത്തിൽ പറയുന്ന ആത്മീയ തലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഭാവനയിലുള്ള ഒരു യാത്രയല്ല, മറിച്ച് അള്ളാഹു അടിമയെ യാത്ര ചെയ്യിപ്പിക്കുന്നു എന്ന പ്രവാചകന്റെ ജീവിതത്തിൽ ശാരീരികമായി സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമുള്ള ഒരു യാത്രയാണ് അത് എന്നത് അതിനെ സംബന്ധിച്ച് ആ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ മഹത്തായ സംഭവത്തെ പ്രതിപാദിക്കുന്നിടത്ത് സുബ്ഹാന എന്ന ആ പദം പ്രയോഗിക്കുന്നതിലൂടെ തന്നെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അർത്ഥത്തിൽ അവർ പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് ഇസ്രാഉം മിഅ്റാജും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി, ഈ ഇസ്രാ മിഅ്റാജിന് അള്ളാഹു തെരഞ്ഞെടുത്ത സമയത്തിനും പ്രത്യേകതയുണ്ട്. പ്രവാചക ജീവിതത്തിലെ വളരെ നിർണായകമായ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇസ്രാഉം മിഅ്റാജും നടക്കുന്നത്. പ്രവാചക ചരിത്രത്തിൽ ആമുൽ ഹുസ്ന്, ദുഃഖവർഷം എന്ന് അറിയപ്പെടുന്ന ഒരു വർഷമുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധികൾ കുമിഞ്ഞു വന്ന ഒരു വർഷം. ആ വർഷമാണ് പ്രവാചകന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അതേ കാലയളവിലാണ് പ്രവാചകന് ഭൗതികമായി എല്ലാ അർത്ഥത്തിൽ പിന്തുണയും ശക്തിയും പകർന്നിരുന്ന പ്രവാചകന്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കാതെ മരണപ്പെടുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് വ്യക്തികളുടെ വേർപാട് വളരെ ശക്തമായ ആഘാതമായിരുന്നു. തൻ്റെ വീട്ടിലും തൻ്റെ കുടുംബത്തിലും തൻ്റെ നാട്ടിലും പ്രവാചകന് എല്ലാ അർത്ഥത്തിലും പിന്തുണയും പിൻബലവും നൽകിയിരുന്ന രണ്ട് വ്യക്തികൾ, പ്രവാചക ജീവിതത്തിലെ തൂണുകൾ പോലെ നിലനിന്ന രണ്ട് വ്യക്തികളായിരുന്നു. ആ രണ്ട് വ്യക്തികളുടെ മരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ തീർത്ത സമയത്താണ് പ്രവാചകൻ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് വലിയ പ്രതീക്ഷകളുമായി യാത്ര പോകുന്നത്.
ത്വായിഫിലുള്ള സഖീഫിലേക്ക് അവിടെയുള്ള ആളുകളോട് തന്നെ സ്വീകരിക്കണമെന്നും തൻ്റെ പ്രബോധനം ഏറ്റെടുക്കണമെന്നും താൻ നിർവഹിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഭയം ചോദിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ ചരിത്രത്തിൽ നാം പലവരും കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൊമ്പരങ്ങൾ മാത്രമായിരുന്നു ബാക്കി. ആ നാട്ടുകാർ പ്രവാചകനെ കൈയൊഴിഞ്ഞു എന്ന് മാത്രമല്ല, തെരുവ് പിള്ളേരെ കൊണ്ട് പ്രവാചകനെ കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ച ഒരു ചരിത്രമായിരുന്നു അന്ന് നടന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഇരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, ഞാൻ അറിയുന്ന താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതം പെയ്തിറങ്ങിയത് ഉഹദിന്റെ മണ്ണിലാണ്. ഉഹദിൽ മുസ്ലിമീങ്ങൾ പ്രതിരോധത്തിലായിട്ടുണ്ട്. താങ്കളുടെ പല്ല് പോലും മുറിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. താങ്കളോടൊപ്പമുള്ള ഒരുപാട് പ്രഗത്ഭരായ സ്വഹാബിമാരെ മരണപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ഒരു വേള മരണപ്പെട്ടു എന്ന് പോലും ആളുകൾക്കിടയിൽ കിംവദന്തി പ്രചരിക്കപ്പെട്ട മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ തീർത്ത ആ ഉഹദ് യുദ്ധത്തിൽ താങ്കൾ അനുഭവിച്ചതിനേക്കാൾ വലിയ പ്രയാസം താങ്കളുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ഈ ചോദ്യം ചോദിക്കുന്നത് പ്രവാചക ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ദുരിതം വന്നിട്ടില്ല എന്ന ധാരണയിലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ ദുരിതങ്ങൾ പെയ്തിറങ്ങിയ ഒരു കാലമുണ്ട്, ഞാൻ ത്വായിഫിലേക്ക് പോയ കാലം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലെ ആ നൊമ്പരങ്ങളുടെ നാളുകൾ പിൽക്കാലത്ത് അയവിറക്കിയത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ നിലക്ക് ഈ 3 സംഭവങ്ങൾ തുടരെയായി പ്രവാചക ജീവിതത്തിൽ നടക്കുന്നു. ഖദീജ ബീവിയുടെ മരണം, അബൂ ത്വാലിബിന്റെ മരണം, ത്വായിഫിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ദുഃഖത്തിലും പ്രയാസത്തിലും മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു തആല പ്രവാചകന് ഒരു ആശ്വാസമായി, പ്രവാചക ജീവിതത്തിൽ ഒരു കുളിരായി ആ സന്ദർഭത്തിലാണ് ഇസ്റാ മിഅ്റാജ് എന്നീ മഹത്തായ യാത്രകൾ നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്ജിസത്ത് എന്നതിനപ്പുറം പ്രവാചകന് തന്നെ അള്ളാഹു നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായിട്ടാണ് ഇസ്റാ മിഅ്റാജിന് അള്ളാഹു തെരഞ്ഞെടുത്ത സമയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ എന്നാണ് ഈ ഇസ്റാഉം മിഅ്റാജും നടന്നത് എന്ന വിഷയത്തിൽ ചരിത്രപരമായി വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. നമ്മുടെ നാട്ടിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട് മിഅ്റാജ് രാവ് ആചരിക്കപ്പെടുന്ന ഒരു രീതി, ഒരു അനാചാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് റജബിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത് എന്ന് ഗണ്യതമായി രേഖപ്പെടുത്തുന്ന ഹദീസുകളോ ചരിത്രപരമായ പരാമർശങ്ങളോ ഇല്ല. എന്നാൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഇസ്റാ നടന്നിട്ടുണ്ട്, മിഅ്റാജ് നടന്നിട്ടുണ്ട് എന്നതല്ലാതെ ഏത് ദിവസമാണ്, ഏത് മാസത്തിലെ ഏത് രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ പരാമർശങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. കാരണം അതിനെ സംബന്ധിച്ച് പോലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണപാഠത്തിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. ആ സമയം നിശ്ചയിച്ച് ഒരു ആചാരം ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരു ആചാരം ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് പ്രകാരം സ്വഹാബിമാർ എന്നാണ് ഇസ്രാഇന്റെ രാത്രി, എന്നാണ് മിഅ്റാജിന്റെ രാത്രി എന്ന് വ്യക്തമായി അറിയുമായിരുന്നു. ഈ ഉമ്മത്തിന് അത് വിശദീകരിച്ചു തരുമായിരുന്നു. ആ വിഷയങ്ങളിൽ നിന്ന് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തലത്തിനാണ് പ്രാധാന്യമെന്നും ഏത് തലങ്ങൾക്കാണ് പ്രാധാന്യമില്ലാത്തത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി ഇസ്റാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ഏകദേശം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ഈ ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത് ജിബ്രീലിന്റെ കൂടെയാണ് എന്ന് മാത്രമല്ല, പ്രവാചകന്റെ ആ യാത്രക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വാഹനം, ഒരു മൃഗം, അതിൻ്റെ പേര് ബുറാഖ് എന്നതാണ് എന്നത് ഏകദേശം നമ്മുടെ ഉമ്മത്തിലുള്ള ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അറിവുള്ളതാണ്. പക്ഷേ
ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട്. ഇന്ന് കുറേ ഒക്കെ പലതരം അന്ധവിശ്വാസങ്ങൾ പതിയെ പതിയെ നീങ്ങുകയും തൽസ്ഥാനത്ത് പുതിയ അന്ധവിശ്വാസങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു വശമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾക്ക് വ്യക്തതയുള്ളതും ഒരുപക്ഷെ ചെറിയ കുട്ടികളും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ബുറാഖിന്റെ ചിത്രം കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ബുറാഖിന്റെ ചിത്രം എന്ന നിലയ്ക്ക് ഫ്രെയിം ചെയ്ത ഒരു ചിത്രം പഴയ കാലത്ത് പല മുസ്ലിം വീടുകളിലും അത് പ്രത്യേകം തൂക്കിയിരുന്നു. എന്താണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത? ഒരു കുതിരയുടെ പോലെയുള്ള ശരീരമുള്ള ഒരു ജീവി. ആ ജീവിക്ക് 4 കാലുകളുണ്ട്, എന്നാൽ 2 ചിറകുകളുമുണ്ട്. തല കുതിരയോ കഴുതയോ അല്ല, മറിച്ച് ഒരു സ്ത്രീയാണ്. തൻ്റെ തലയിൽ ഒരു പ്രത്യേകമായ ഒരു കിരീടമൊക്കെ ധരിച്ചിട്ടുള്ള, എന്നാൽ മുടി മറച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ മുഖമുള്ള 2 ചിറകുള്ള 4 കാലുള്ള ഒരു ജീവി. ഈ ജീവിയാണ് ബുറാഖ് എന്ന നിലക്ക് മുസ്ലിമീങ്ങളിലെ സാധാരണക്കാർ വിശ്വസിച്ച ഒരു കാലഘട്ടം. ശക്തമായ സലഫി പ്രബോധനത്തിൽ കടപുഴകി പോയ അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിലാണ് അതൊക്കെ മറഞ്ഞുപോയിട്ടുള്ളത്. എന്നാൽ ഇന്നും ചില വീടുകളിൽ പഴയ അവിടെയുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഇത്തരം ചില ഫ്രെയിം ചെയ്ത വസ്തുക്കൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു രീതിയിൽ ചിറകുള്ള, അതേപോലെ ഒരു മനുഷ്യ സ്ത്രീയുടെ മുഖമുള്ള അത്തരം ഒരു സങ്കല്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. അത് ഏതോ ഒരു ചരിത്രകാരൻ്റെ ഏതോ കാലഘട്ടത്തിൽ പേർഷ്യയിലോ തുർക്കിയിലോ മറ്റേതോ സംസ്കൃതിയിൽപ്പെട്ട ഏതോ കാലഘട്ടത്തിലുള്ള ഏതോ ചരിത്രകാരൻ്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ശില്പിയുടെ ഭാവനയിൽ വന്ന, ചിത്രകാരൻ്റെ ഭാവനയിൽ വന്ന കേവലം ഒരു ചിത്രമാണ്. എന്നാൽ ഹദീസുകൾ പരിശോധിച്ചാൽ ഈ ബുറാഖിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പരാമർശങ്ങൾ നടത്തിയത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസിൽ കാണാം. അന്നത്തെ യാത്രക്ക് എനിക്ക് ഒരു വെളുത്ത മൃഗത്തെ നൽകപ്പെട്ടു. ദൂനൽ ബഗൽ വഫൗഖൽ ഹിമാർ. അത് കോവർ കഴുതയേക്കാൾ ചെറുതും എന്നാൽ സാധാരണ കഴുതയേക്കാൾ വലുതുമായ ആ ഒരു വലുപ്പമുള്ള ഒരു മൃഗമായിരുന്നു ആ യാത്രയിൽ ഞങ്ങൾക്ക് നൽകിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ഹദീസുകളിൽ കാണാം. ആ ബുറാഖ് എന്ന മൃഗത്തിൻ്റെ, അതല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ പേരിന് ആസ്പദമാകുന്നത് പണ്ഡിതന്മാർ ബുറാഖ് എന്ന പദത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ബർഖ് എന്ന പദത്തിൽ നിന്നാണ് ബുറാഖ് എന്ന പദം വരുന്നത്. ബർഖ് എന്ന് പറഞ്ഞാൽ മിന്നലിനാണ്. ഇടിയുടെ തൊട്ട് മുമ്പുള്ള മിന്നൽ പിണർ എന്ന് പറയുന്ന അതിനാണ് അറബിയിൽ ആ പദം പ്രയോഗിക്കുക. അപ്പം മിന്നലിൻ്റെ വേഗതയുള്ള അതിവേഗതയിൽ അത് സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതും, അതേപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഫഇദാ ബരിഖൽ ബസർ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് ആ മൃഗം എന്ന അർത്ഥത്തിലൊക്കെയാണ് ആ പേര് പരാമർശിക്കപ്പെട്ടത്. ആ മൃഗത്തിന്റെ പ്രത്യേകത, അതിൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി എവിടെ പതിയുന്നുവോ അവിടേക്ക് അതിന് സ്റ്റെപ്പ് വെക്കാൻ സാധിക്കുന്ന അത്ര വേഗതയിൽ അത്ര ദീർഘമായ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു വാഹനമായിരുന്നു മൃഗം നൽകപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നടത്തിയ ആ യാത്ര, അങ്ങനെയാണ് മസ്ജിദുൽ അഖ്സയിലെത്തുന്നത്. പിന്നീട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് പ്രവാചകൻ നടത്തിയ യാത്ര. 1-ാം ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നുണ്ട്. 2-ാം ആകാശത്ത് വെച്ച് യഹ്യാ നബിയെയും ഈസാ നബിയെയും കണ്ടുമുട്ടുന്നുണ്ട്. 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയെ കണ്ടുമുട്ടുന്നു. 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബിയെ കണ്ടുമുട്ടുന്നു. 5-ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബിയെ കണ്ടുമുട്ടുന്നു. 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബിയെ കണ്ടുമുട്ടുന്നു. 7-ാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുന്നു. ഈ എണ്ണപ്പെട്ട ആ പ്രവാചകന്മാരെ കണ്ടുമുട്ടുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ അവസ്ഥകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുകയും ചെയ്തത് ആ യാത്രാവേളയിലുള്ള ഒരു സന്ദർഭമാണ്. ഓരോ ആകാശത്തിലെത്തുമ്പോൾ ആ ആകാശത്തിന്റെ ചുമതലയുള്ള മലക്കുകളോട് വാതിൽ തുറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നതും ഇസ്തഫ്തഹ, വാതിൽ തുറക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നും, ആ സമയത്ത് ആരാണ് കൂടെയുള്ളത്?
കൂടെയുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അറിയിക്കപ്പെടുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രത്യേകമായി തുറക്കപ്പെടുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധികൾ അനുഭവിച്ച് വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭത്തിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ യാത്രയുടെ ഓരോ ഘട്ടങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായി ആശ്വാസമായി ഭവിക്കുന്ന ഒരു യാത്രയായിരുന്നു മിഅ്റാജ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നിലക്കാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുന്നത്. അതിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട് വേറെയും ചില വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ സൂചിപ്പിക്കാം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ജീവിതത്തിൽ നടന്ന ഈ മഹത്തായ ഒരു യാത്ര, ആ യാത്ര കേവലം ഒരു യാത്ര എന്നതിലുപരി പ്രവാചക ജീവിതത്തിലെ ഒരു മഹാസംഭവമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കാനുള്ളത്. ആ നിലക്ക് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്ന ചരിത്രങ്ങളെ, പ്രമേയങ്ങളെ ഖുർആനും സുന്നത്തും വിശദീകരിച്ച അതിൻ്റെ വിവക്ഷകളിലൂടെ കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ചരിത്രം കേട്ടുപോവുക എന്നതിലുപരി തീർച്ചയായും വിശ്വാസപരമായി അള്ളാഹുവിൻ്റെ സഹായം പരീക്ഷണ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനുഗ്രഹങ്ങൾ കടന്നു വന്നിരുന്നു എന്ന മഹത്തായ പാഠം നൽകുന്ന ഈ ചരിത്രങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസമായി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത അനാചാരങ്ങളിൽ ഒന്നാണ് മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ഖബറിടങ്ങൾ, മഖാമുകൾ, ജാറങ്ങൾ, മഖ്ബറകൾ കേന്ദ്രീകരിച്ചുള്ള നേർച്ചകളും ഉറൂസുകളും. ആ നേർച്ചകളും ഉറൂസുകളുടെയും ചരിത്രങ്ങൾക്കപ്പുറത്ത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ മതമായി ആചരിക്കുന്ന പലതരം പ്രവർത്തനങ്ങൾ അനാചാരത്തിൻ്റെ പട്ടികയിലാണ് പെടുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു നേർച്ച നടക്കുന്ന ഒരു സ്ഥലത്ത് ആന ഇടഞ്ഞ് അവിടെ ഉണ്ടായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും കേട്ടവരും കണ്ടവരുമാണ് നമ്മൾ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള പുരോഹിതന്മാർ അതിനെതിരെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ പറയുന്നത്, ആന പോലെയുള്ള ആനയെ ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള ആ രീതിയിലുള്ള നേർച്ചകൾ, ആ രംഗത്തുള്ള ചില അനാവശ്യമായ പ്രവണതയാണ്, അത് അനാചാരമാണ്. എന്നാൽ നേർച്ച അതേപോലെ ഈ നിലക്കുള്ള ഉറൂസുകൾ അതൊക്കെ ആചാരം തന്നെയാണ് എന്ന് പറയുന്ന പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് തൃപ്പനച്ചി എന്ന സ്ഥലം. തൃപ്പഞ്ചി ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആ മഖാം ഈ പരിസരത്തുണ്ട്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പല പ്രദേശങ്ങളിൽ യാത്ര ചെയ്താൽ പല സ്ഥലങ്ങളിലും മഖാം, ജാറം, മഖ്ബറ എന്ന് പറഞ്ഞ് കെട്ടി ഉയർത്തപ്പെട്ട ഒരുപാട് കേന്ദ്രങ്ങൾ കാണാം. ആ സ്ഥലങ്ങൾ കാണുമ്പോൾ ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു ഭക്തി വരും, ഒരു ഭയം വരും. എന്തെങ്കിലുമൊക്കെ സംഭാവന അങ്ങോട്ട് കൊടുക്കും. ഏറ്റവും ചെറിയത് മനസ്സിൽ ഒന്ന് വണങ്ങി ഒരു പ്രാർത്ഥനാ മന്ത്രമൊക്കെ ചൊല്ലി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ശൈലി കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിൻ്റെയോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ജാറം, ഏതെങ്കിലും ഒരു മഖാം, ഏതെങ്കിലും ഒരു മഖ്ബറ ഈ നിലയ്ക്ക് പ്രത്യേകമായി നിലനിർത്തിയതോ
ആ കേന്ദ്രങ്ങൾ ആധാരമായി ഏതെങ്കിലും ഉറൂസുകൾ, ആഘോഷങ്ങൾ, നേർച്ചകൾ നടന്നത് ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒരൊറ്റ സംഭവം പോലും നമുക്ക് കാണാൻ സാധിക്കൂല. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുബ്ന അലൽ ഖബർ, ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ ഔ യുസാദ അലൈഹി, ഒരു ചാടിന് മുകളിൽ ആവശ്യത്തിലധികം ഉയരത്തിൽ ഖബർ ഉയർത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുണ്ട്. ഔ യുജസ്സസ് ഔ യുക്തബ അലൈഹി, ആ ഖബർ അടയാളപ്പെടുത്തും വിധം അവിടെ കുമ്മായമിടുന്നത്, അതേപോലെ അവിടെ പ്രത്യേകം പേരുകൾ എഴുതുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുണ്ട്. ചിലത് പറഞ്ഞാൽ അത് വൈകാരികമായി പ്രയാസം ഉണ്ടാവും. ഇപ്പം എൻ്റെ വല്യമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അമ്മാനെ പള്ളിയിലുള്ള പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കി, അവിടെ എൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് ഏതെന്ന് അറിയുന്നതിന് പേരുകൾ കുത്തിവെച്ച ഫലകം വെക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം അടയാളപ്പെടുത്തലുകൾ പോലും വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഖബർ ഉയർത്തരുത്, ഖബറിന്റെ മോൾ എടുപ്പുണ്ടാക്കരുത്, അത് കുമ്മായമിടരുത്, അതേപോലെ അവിടെ പേരെഴുതരുത് എന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചു. അത് സാധാരണക്കാരെ ഖബർ, മഹാന്മാരെ ഖബർ എന്ന വേർതിരിവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിശ്ചയിച്ചിട്ടില്ല. അതേപോലെ ചരിത്രത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി തന്നെ നിവേദനം ചെയ്യുന്ന ഒരു സംഭവം, ഉമ്മു ഹബീബയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ അവര് അബ്സീനിയയിൽ അവർ കണ്ടിരുന്ന ക്രൈസ്തവ ആരാധനാലയങ്ങളെക്കുറിച്ച്, അതിൻ്റെ അകത്തുള്ള ചില ബിംബങ്ങളെ, ശില്പങ്ങളെ, രൂപങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഇന്ന ഉലായിക്, ആ ആളുകളുണ്ടല്ലോ, ഇദാ മാത ഫീഹിം ഇദാ കാന ഫീഹിം റജുലു സ്വാലിഹ് ഫമാത, ഓല കൂട്ടത്തിൽ ഒരു സ്വാലിഹായ വ്യക്തി, ഇന്നത്തെ കാലത്ത് ഒരു വലിയ എന്നൊക്കെ പറയാവുന്ന ഒരു സ്വാലിഹായ തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ജീവിച്ച് മരണപ്പെട്ടാൽ, ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അയാളെ ഖബറടക്കിയ സ്ഥലത്ത് അവർ ഒരു ആരാധനാ കേന്ദ്രമുണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് അവിടെ അവരുടെ രൂപങ്ങൾ അവർ നാട്ടിവെക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യും. ഫഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, പരലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ, മോശപ്പെട്ട സൃഷ്ടികൾ ഇവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കൊണ്ട് മോശങ്ങൾ ചെയ്തോളി എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത് അവർ ഔലിയാക്കളാണെന്ന് വിചാരിച്ചതൊന്നും യഥാർത്ഥ ഔലിയാക്കളല്ല, യഥാർത്ഥ ഔലിയാക്കൾ മരിച്ചങ്ങൾ ചെയ്തോളി എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരു പള്ളിക്ക് ഒരു പവിത്രത ഉണ്ട്, ഒരു പള്ളിക്കൊരു പ്രാധാന്യമുണ്ട്. പക്ഷെ ഒരു ജാറത്തിന്, ഒരു മഖബറക്ക്, ഒരു മഖാമിന് ഒരു പ്രാധാന്യവുമില്ല. അത് ഉയർത്തപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ എതിർക്കുന്നതിൻ്റെ ഒരു അടയാളാണ്. ഒരു നാട്ടിലൊരു ജാറുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ സൂഫി ഇസ്ലാം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. സൂഫി ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ജീവവായു എന്ന് പറയുന്നത് മഖാമുകൾ, ഉറൂസ് കേന്ദ്രങ്ങളാണ്. പക്ഷേ ഈ ഉറൂസുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താ? ഒരു മഹാന്റെ ഖബർ ഉയർത്തുക, ആ മഹാന്റെ ഖബർ കുമ്മായിട, ആ മഹാന്റെ അവിടെ ജാറുണ്ടാക്കുക, ഇത് അടിമുടി നിഷിദ്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതിന് ഒരു പ്രാധാന്യവും ഇസ്ലാം നൽകിയിട്ടില്ല എന്നാണ്. പിന്നെ ഈ പൂരം പോലെ നടക്കുന്ന ഇത്തരം നേർച്ചകളിൽ നടക്കുന്ന മറ്റു അനിസ്ലാമിക കാര്യങ്ങൾ, അത് മറ്റു അനിസ്ലാമിക കാര്യങ്ങളാണ്. ഇതിൻ്റെ അടിത്തറ തന്നെ അനിസ്ലാമികമാണ്. അതിൻ്റെ കൂടെയാണ് അവിടെ ആണും പെണ്ണും കൂടി കലരുന്നതോ, അതല്ലെങ്കിൽ മൃഗങ്ങൾ കൊണ്ടുവന്നുള്ള എഴുന്നള്ളിപ്പോ, മറ്റെന്തെങ്കിലും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളോ ഉള്ളത്. ഇതിൻ്റെ അടിത്തറ തന്നെ തിന്മയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിനോടും സുന്നത്തിനോടും കൂറും പ്രതിബദ്ധതയും പുലർത്തി ഇസ്ലാമികമായ വിഷയങ്ങളിലെ നിലപാടുകളെ ശരിപ്പെടുത്തി ആ ഒരു ശരിയായ ആശയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഇസ്ലാമിക ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഭൗതിക ജീവിതത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും നൽകി പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുനിയാവിലെ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിഞ്ഞ്
ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഇടപാടുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ, പഠനങ്ങളിൽ, തൊഴിൽ രംഗങ്ങളിൽ ഞങ്ങൾക്ക് നീ റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, അവരുടെ ഖബറുകൾ വിശാലമാക്കുകയും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ഞങ്ങൾക്കും അവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പലതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ വലിയ പ്രയാസങ്ങളിലും നൊമ്പരങ്ങളിലുമാണ്. അവരുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.